എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ കൊല്ലത്താണ്. കൊല്ലം ചിന്നക്കടയിൽ നിന്ന് കൊല്ലം ബീച്ചിലോട്ടുള്ള യാത്രയിലാണ് ഞാൻ. കൊല്ലം ചിന്നക്കടയിൽ നിന്ന് വെറുതെ അങ്ങ് നടക്കുവാണ്. അതോ വലിയ വെയിൽ കാരണം ഇതിലേക്കൂടെ നടക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അത്രയ്ക്ക് വലിയ വെയിലാണ്. അപ്പോൾ ഞാൻ കുടയും പിടിച്ചുകൊണ്ടാണ് ഞാൻ ബീച്ചിലോട്ട് പോകുന്നത്. അപ്പം നമുക്ക് കൊല്ലം ബീച്ചൊന്ന് കണ്ടു. ഞാനിപ്പം ചിന്നക്കടയിൽ നിന്ന് പതുക്കെ നടന്ന് കൊല്ലം ബീച്ചിലോട്ട് പോകുകയാണ്. ഇന്ന് കുറച്ച് ദൂരമുണ്ട് കേട്ടോ കൊല്ലം ബീച്ചിലോട്ട് പോകാൻ. പക്ഷേ ഞാൻ നടന്നാണ് പോകുന്നത്. അതൊരു സുഖമുണ്ട്. നടന്ന് പോകുമ്പോഴേ ഒരു പ്രത്യേക സുഖമാണ്. പേര് എൻ്റെ പേര് കിഷോർ. നമ്മുടെ കൊല്ലം ബീച്ചിലോട്ട് ഒരുപാട് ദൂരമുണ്ടോ? ചിന്നക്കടയിൽ നിന്ന് ഒരു കിലോമീറ്റർ ഉള്ള ദൂരമുണ്ട്. നമ്മൾ നടന്നു പോകാനുള്ള ദൂരം. നടന്നു പോകുന്ന ദൂരമുണ്ട്. കൊല്ലം ബീച്ചിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? അടിപൊളി ബീച്ചല്ലേ? അടിപൊളി ബീച്ച്, നല്ല ബീച്ച്. എല്ലാവർക്കും പല സ്ഥലത്ത് കൊട്ടാരക്കര, പുനലൂര്, പിന്നെ കരുനാപ്പള്ളി, അവിടുന്ന് ഇവിടുന്നൊക്കെ ആളുകൾ വന്ന് കൊല്ലം ബീച്ചിലാണ് വരുന്നത്. കരുനാപ്പള്ളി മുതൽ കൊല്ലം ബീച്ചിലോട്ട് വരുന്ന ആളുകളെല്ലാം. നല്ല സ്ഥലമാണ്. നല്ല ഇരുന്ന് കാറ്റ് കൊള്ളാനും കാണാൻ ആസ്വദിക്കാനും ഒക്കെ പറ്റിയൊരു സ്ഥലമാണ് കൊല്ലം ബീച്ച്. അടിപൊളി സ്ഥലം, നല്ല സ്ഥലം, അടിപൊളി, ഒരു കുഴപ്പമില്ലാത്ത. കൊല്ലം ബീച്ചിലോട്ട് നടന്നു പോവുകയാണ്. ഇവിടുന്ന് ഒരു കിലോമീറ്ററേ ഉള്ളൂ. നമ്മുടെ ചിന്നക്കടയിൽ നിന്ന് കൊല്ലം ബീച്ചിലോട്ട് പോകാൻ ഏകദേശം 1 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ ഈ കൊല്ലം ബീച്ചിലോട്ട് ഞാൻ നടന്നു തന്നെ പോവുകയാണ്. ഈ പെരുവെയിലായാലും ഈ കുടയും പിടിച്ച് ഇങ്ങനെ നടന്നു പോകാൻ പ്രത്യേക സുഖം തന്നെയാണ്. എന്ത് പേരെന്തോ? സജിയ. നമ്മുടെ കൊല്ലം ബീച്ച് അടുത്ത് തന്നെയാണോ? കൊല്ലം ബീച്ച് അടുത്ത്. ഇവിടുന്ന് നടന്നു പോകാൻ ദൂരമേ ഉള്ളൂ. അപ്പുറം തന്നെ. നിങ്ങൾ അവിടെ പോയിട്ട് വരുവാന്നോ? അവിടെ നേരെ പോകുമ്പോൾ നിങ്ങൾ എവിടെ ബീച്ചിലൊക്കെ വരാറുണ്ടോ? എവിടെ പഠിക്കുന്നത്? എവിടെ? ജോലിയാണ്. എല്ലാ പ്രാവശ്യം ഇവിടെയൊക്കെ വരാറുണ്ടല്ലേ? അങ്ങനെ കൊല്ലം ബീച്ചിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. വളരെ മനോഹരമായ ഒരു ബീച്ചാണ് നമ്മുടെ കൊല്ലം ബീച്ച്. കൊല്ലത്ത് വരുന്നവർ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് കൊല്ലം ബീച്ച്. എത്ര നേരം വേണമെങ്കിലും നമുക്ക് ഇവിടെ ഇരുന്ന് സമയം പോകാം. അത്രയ്ക്ക് മനോഹരമായ ഒരു സ്ഥലമാണ്. കൊല്ലം ബീച്ചിൽ വരുന്നവർ വീണ്ടും വീണ്ടും ഈ ബീച്ചിലോട്ട് വരും. അത്രയ്ക്ക് മനോഹരമായ പ്രകൃതി ഭംഗി കനിഞ്ഞ അരുളിയ ഒരു സ്ഥലം തന്നെയാണ് നമ്മുടെ ഈ കൊല്ലം ബീച്ച്. കൊല്ലം ബീച്ചേ ആളില്ലാതെ ഒഴിഞ്ഞു കിടക്കുകയാണ്. കാരണം മറ്റൊന്നുമല്ല, ഈ കൊടും ചൂടത്ത് ആരും വരാറില്ല. ഇത് നട്ടുച്ച സമയത്താണ് ഞാനിപ്പോൾ വന്നത്. വൈകുന്നേര സമയങ്ങളിൽ ഇവിടെ നിറയെ ആളുകളാണ്. വൈകുന്നേരം അസ്തമയം കാണാനും ഒക്കെ കുറച്ച് നേരം ചിലവഴിക്കുവാനൊക്കെ അടിപൊളി സ്ഥലമാണ്. ഇപ്പോൾ ഈ ഉച്ച സമയമാകുമ്പോൾ ആരും വരത്തില്ല. ആ ഉച്ച സമയത്തൊന്നും ഈ കൊടും വെയിലത്തൊന്നും ആരും വന്ന് ഇരിക്കത്തില്ല. ഞാനിപ്പോൾ നട്ടുച്ച സമയത്താണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ബീച്ച് ഇങ്ങനെ ശൂന്യമായി കിടക്കുന്നത്. ഈ കൊല്ലം ബീച്ചിൻ്റെ പ്രകൃതി സൗന്ദര്യത്തോടൊപ്പം തന്നെ ഇവിടെ മറ്റൊരു മുഖം കൂടിയുണ്ട്. ഇതൊരു അപകടം പിടിച്ച മേഖലയും കൂടിയാണ്. കാരണം ഈ ബീച്ച് വരുന്നവരൊന്നും കടലിറങ്ങുവാൻ താമസിക്കത്തില്ല. കാരണം ഇവിടെ അത്രയ്ക്ക് അപകടം നിറഞ്ഞൊരു സ്ഥലമാണ്. നല്ല ആഴം കൂടിയൊരു സ്ഥലമാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഈ ഭാഗത്ത് വരുന്നവരൊക്കെ കുറച്ച് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. കാഴ്ചകളെ കാണാൻ കൊള്ളാം, പക്ഷേ കടലിലോട്ട് ഇറങ്ങുമ്പോൾ സൂക്ഷിക്കുക.